യുവാക്കളുടെ ഇടയിൽ പ്രകടമാകുന്ന രോഷം തികച്ചും വിനാശകരവും ഭീതിജനകവുമായി മാറുകയാണെന്ന് സൺഡേ ഷാലോമിന്റെ ഏറ്റവും പുതിയ എഡിറ്റോറിയൽ. കൊല്ലുന്നതിൽ ഒരു തരത്തിലുള്ള ഹരം കണ്ടെത്തുന്ന ഒരു യുവസംഘം ഇവിടെ വളർന്നു വരികയാണെന്നും ഇതിലെ ഇരകൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരും അവരെ പൊന്നുപോലെ വളർത്തി വലുതാക്കിയവരുമാണ് എന്നത് ഏറെ വിരോധാഭാസം സൃഷ്ടിക്കുന്നതായും മുഖലേഖനം വ്യക്തമാക്കുന്നു. ലേഖനത്തിന്റെ പൂർണ്ണരൂപം: ക്ഷുഭിതരായ യുവാക്കൾ, ദ ആംഗ്രി യങ് മെൻ എന്ന പദം ഒട്ടൊക്കെ സുപരിചിതമാണ്. പരമ്പരാഗത യാഥാസ്ഥിതിക സമൂഹത്തോട് എതിർപ്പുള്ള ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിൽ ബ്രിട്ടനിൽ 1950കളിൽ ഉടലെടുത്ത ഒരു പ്രസ്ഥാനമാണിത്. സാമ്പ്രദായിക വിശ്വാസത്തോടുള്ള അവരുടെ കലഹം അവർ കലയിലൂടെ, പ്രത്യേകിച്ചും നാടകങ്ങളിലൂടെയും നോവലുകളിലൂടെയും പ്രകടിപ്പിച്ചു. അത് സർഗാത്മകമായ ഒരു രോഷപ്രകടനമായിരുന്നു. എന്നാൽ ഇന്ന് യുവാക്കളുടെ ഇടയിൽ പ്രകടമാകുന്ന രോഷം തികച്ചും വിനാശകരവും ഭീതിജനകവുമായി മാറിയിരിക്കുന്നു. സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഈ കൊലയിൽ അവർ കാണിക്കുന്ന കൂസലില്ലായ്മയാണ്. ഒരു തരി പശ്ചാത്താപം പോലും അവരുടെ ഭീഭത്സ പ്രവൃത്തികളെക്കുറിച്ച് അവർക്കില്ല എന്നതാണ്. രാഷ്ട്രീയ, സാമുദായിക സഭാധികാരികൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണിത്. ഇതിന്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കുവാൻ സത്വര നടപടികൾ എടുത്തില്ലെങ്കിൽ വരും തലമുറ നമുക്ക് നഷ്ടമാകും. മക്കളുടെ അടിയും ഇടിയും ചവിട്ടുമേറ്റ് മരണമടഞ്ഞ ഹതഭാഗ്യരായ മാതാപിതാക്കളുടെ കണ്ണീരും രക്തവും നമ്മുടെ മുമ്പിൽ നീതിക്കായി നിലവിളിക്കുന്നില്ലേ? ഇതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ യുവജനങ്ങളുടെ നേരെ വിരൽ ചൂണ്ടി രോഷത്തോടെ അവരെ കുറ്റപ്പെടുത്തുവാൻ മുതിർന്നവർക്കാകുമെന്ന് തോന്നുന്നില്ല. നേരെ മറിച്ച് ചൂണ്ടാൻ നീട്ടിയ വിരൽ മടക്കി മുഷ്ടി കൊണ്ട് സ്വന്തം നെഞ്ചത്തടിച്ച് എന്റെ പിഴ എന്ന് സ്വയം കുറ്റപ്പെടുത്തുന്നതാവും കൂടുതൽ ശരി. കാരണം അവരെ ഇത്തരത്തിലാക്കിയതിന്റെ വലിയൊരു ഉത്തരവാദിത്വം മുതിർന്നവർക്ക് തന്നെയാണ്. ശരിയായ ശിക്ഷണത്തിന്റെ അഭാവം ഇന്ന് ഒട്ടുമിക്ക കുടുംബങ്ങളിലുമുണ്ട്. അണുകുടുംബങ്ങളുടെ സന്തതിയാണ് അമിതലാളന. കുട്ടികളുടെ തെറ്റുകൾക്ക് നേരെ കണ്ണടയ്ക്കുന്നവരാണ് ഇന്ന് ഭൂരിഭാഗം മാതാപിതാക്കളും. അവർ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് വേദനിക്കുകയില്ലേ എന്നാണ് അവരുടെ ചിന്ത. എന്നാൽ തക്ക സമയത്ത് ഉചിതമായ സ്നേഹപൂർവമായ ശിക്ഷണങ്ങൾ നൽകിയാൽ അവരാരും നശിച്ചു പോവുകയില്ല. പ്രത്യുത സമൂഹത്തിനും രാഷ്ട്രത്തിനും ശ്രേഷ്ഠമായ സംഭാവനകൾ നൽകുന്നവരായി പിൽക്കാലത്ത് അച്ചടക്കത്തോടെ വളർന്നു വരുമെന്ന് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മഹാത്മാഗാന്ധി, തോമസ് ആൽവ എഡിസൺ, എബ്രഹാം ലിങ്കൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ചാൾസ് ഡിക്കൻസ് തുടങ്ങിയ മഹാത്മാക്കൾ കടപ്പെട്ടിരിക്കുന്നത് അവർക്ക് സ്നേഹശിക്ഷണങ്ങൾ നൽകി വളർത്തിയ കരംചന്ദ് ഗാന്ധി, നാൻസി, ലിങ്കന്റെ ചിറ്റമ്മ സാറ ബൂഫ് ജോൺസൺ, ജോസിയ, ജോൺ എന്നീ മാതാപിതാക്കളോടാണ്. ഇന്നത്തെ മാതാപിതാക്കൾ മക്കൾക്ക് ശിക്ഷണം നൽകുവാൻ വിമുഖരാണെന്ന് മാത്രമല്ല, കുട്ടികളുടെ താളത്തിനൊത്ത് തുള്ളുന്നവരുമാണ്. അവരുടെ ഏതാഗ്രഹവും അപ്പനും അമ്മയും സാധിച്ചു കൊടുക്കുവാൻ മത്സരിക്കുന്നു. മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കുന്നതുപോലെ ആഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അവർ അക്രമാസക്തരാകുന്നു. അക്രമത്തിന്റെ ബീജം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കുന്നത് മാതാപിതാക്കൾ തന്നെയല്ലേ? കുട്ടികൾക്ക് പണം നൽകിക്കഴിഞ്ഞാൽ തങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് പല മാതാപിതാക്കളും ചിന്തിക്കുന്നു. ഈ പണം എന്തിനു വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് പലപ്പോഴും മാതാപിതാക്കൾ അന്വേഷിക്കാറില്ല. രാവിലെ ജോലിക്ക് പോയ ഒരമ്മ സ്കൂളിൽ പോകുന്ന തന്റെ കുട്ടിക്ക് 100 രൂപ നൽകി. പക്ഷെ അവൻ അതുകൊണ്ട് പോയത് സ്കൂളിലേക്കല്ല, ഒരു ലഹരി കേന്ദ്രത്തിലേക്കാണ്. കുട്ടികളുടെ കയ്യിൽ എത്തിച്ചേരുന്ന അധിക പണം ആഡംബര ജീവിതത്തിനും വഴിതെറ്റിയ ജീവിതത്തിനും കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ശരിയായ പേരന്റിംഗ് അത്യാവശ്യം തന്നെ. മാതാപിതാക്കൾക്ക് ശരിയായ ദിശാബോധം നൽകിയാൽ കുട്ടികളുടെ ദിശയും ഒരു പരിധിവരെ ശരിയാകും. മാതാപിതാക്കൾ കഴിഞ്ഞാൽ കുട്ടികളുടെ മേൽ നിർണായകമായ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്നവരാണ് അധ്യാപകർ. എന്നാൽ അവരും ഇന്ന് പലപ്പോഴും നിസ്സഹായരാണ്. ബാലാവകാശങ്ങളുടെ ദുരുപയോഗം അവരുടെ ആത്മവീര്യത്തെ കെടുത്തുന്നുണ്ട്. കുട്ടികളെ അടിച്ചാൽ കേസ്, വഴക്ക് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി, ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ. ആൺകുട്ടികളും പെൺകുട്ടികളും അതിരുവിട്ട് ഇടകലർന്നപ്പോൾ ഇടപെട്ട അധ്യാപകൻ റിമാൻഡിലായി. ഇങ്ങനെയുള്ള പൊല്ലാപ്പിനൊന്നും പോകണ്ട. ബധിരനായി, അന്ധനായി, വയറ്റിപ്പിഴപ്പിനു വേണ്ടി മാത്രം സ്കൂളിൽ ജോലി ചെയ്താൽ മതി എന്ന അദ്ദേഹത്തിന്റെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. മറ്റു കുട്ടികളുടെ മുമ്പിൽ അധ്യാപകരോട് അതിരൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുവാൻ ഇന്നത്തെ കുട്ടികൾക്ക് മടിയില്ല. അതിനാൽ
അധ്യാപകരുടെ കർമ്മവീര്യം ഉയർത്തുവാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചേ മതിയാവൂ. കാരണം അവർ തളർന്നാൽ ഒരു തലമുറ തന്നെയാണ് തകരുന്നത്. മൊബൈൽ ഫോണിന്റെ നിയന്ത്രണമില്ലാത്ത ഉപയോഗം കുട്ടികളെ പലപ്പോഴും നിയന്ത്രണാതീതരാക്കുന്നുണ്ട്. മറ്റുള്ളവരോട് സംസാരിക്കാനോ കളിക്കാനോ, എന്തിനധികം കുളിക്കാനോ ഭക്ഷണം കഴിക്കാനോ പോലും താൽപ്പര്യം കാണിക്കാത്ത വിധം മൊബൈൽ ഫോണിന് അടിമകളായ കുട്ടികളുണ്ട്. ബിഹേവിയൽ അഡിക്ഷൻ എന്ന വിഭാഗം തന്നെ ഇപ്പോൾ മനഃശാസ്ത്ര ചികിത്സാ രംഗത്തുണ്ട്. മൊബൈൽ ഫോണിൽ സ്ഥിരമായി ഓൺലൈൻ ഗെയിം കളിക്കുന്ന കുട്ടികളുണ്ട്. അത് എതിർത്തതിന്റെ പേരിൽ ഒരു 21-കാരൻ ഒഡീഷയിൽ അച്ഛനമ്മമാരെയും സഹോദരിയെയും കൊലപ്പെടുത്തി എന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ്. ലഹരി അന്വേഷണം, വഴിതെറ്റിയ ബന്ധങ്ങൾ എന്നിവയ്ക്കൊക്കെ മൊബൈൽ ഫോൺ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് 14 വയസ്സുവരെ തന്റെ കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ നൽകിയിരുന്നില്ല. വിനോദത്തിനായി അമിത സമയം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിനെതിരെ മെറ്റ സിഇഒ മാർക്ക് സുക്കർബർഗ് മുന്നറിയിപ്പ് നൽകി. 11 വയസ്സിനു മുൻപ് കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ സമ്മാനിക്കരുതെന്ന് ബ്രിട്ടനിലെ മുൻനിര മൊബൈൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സ്ഥാപനമായ ഇഇ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ മുന്നറിയിപ്പുകളൊക്കെ നിസ്സാരമായി നാം തള്ളിക്കളയുന്നു. കുട്ടികളിൽ അക്രമവാസന വർദ്ധിപ്പിക്കുന്നതിൽ ദൃശ്യമാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. സമീപകാലങ്ങളിൽ ഇറങ്ങിയ രക്തം ചിന്തുന്ന, മുതിർന്നവർക്ക് പോലും താങ്ങാനാകാത്ത വിധം അക്രമം കുത്തിനിറച്ച സിനിമകൾ, കൊറിയൻ, ജാപ്പനീസ് സീരിയലുകൾ ഇവയൊക്കെ കുട്ടികൾ കണ്ടാസ്വദിക്കുകയാണ്. അവർക്ക് ചോര ചിന്തുന്നത് പേടിപ്പിക്കുന്ന ഒന്നല്ല. അക്രമവും കൊലയും മഹത്വീകരിക്കപ്പെടുമ്പോൾ അതാണ് ശരി എന്ന നിഗമനത്തിൽ കൗമാരക്കാർ എത്തുന്നു. എല്ലാ അക്രമത്തിനും കൊലപാതകത്തിനും ഇന്ധനം പകരുന്നത് ലഹരിയാണ്. അത് പല വിധത്തിൽ, രൂപത്തിൽ സുലഭമാണ് താനും. ഇതുപയോഗിക്കുന്നവരും വിൽക്കുന്നവരും നമ്മുടെ കലാലയങ്ങളിൽ നിരവധിയാണ്. ലഹരിക്കടിമയായവർക്ക് പ്രവചനാതീതമായ പെരുമാറ്റ രീതികളാണത്രേ ഉള്ളത്. ഏത് സമയത്തും അവർ അക്രമാസക്തരാകാം. ലഹരിക്കെതിരെ ഒരു പഞ്ചാബ് മോഡൽ സമരം നാം ആരംഭിക്കേണ്ട കാലം കഴിഞ്ഞു. മറ്റൊരു സംസ്ഥാനത്തും കാണാൻ കഴിയാത്ത വിപുലമായ ലഹരിമോചന അഥവാ ഡി അഡിക്ഷൻ ശൃംഖലയാണ് അവിടെയുള്ളത്. ഈ മാരക വിപത്തിനെ നാം നേരിട്ടില്ലെങ്കിൽ അത് നമ്മുടെ യുവാക്കളുടെ ഭാവി തന്നെ ഇല്ലാതാക്കും. ആത്മപരിശോധന നടത്തുമ്പോൾ ഞങ്ങൾ മുതിർന്നവർ മനസ്സിലാക്കുന്നു, കുറ്റവാളികൾ ഞങ്ങൾ തന്നെ. എന്നാലും കൈകൾ കൂപ്പി നിങ്ങളോട് അപേക്ഷിക്കുന്നു, മാനുഷാദ, അരുത് മക്കളെ, അരുത്. ദൈവം ദാനമായി നൽകിയ നിങ്ങളുടെ മനോഹരമായ ഈ ജീവിതം നശിപ്പിക്കരുത്. എഡിറ്റോറിയൽ ഉയർത്തുന്ന ഈ ആശയം സമൂഹ മനസാക്ഷിയെ ഉണർത്തട്ടെ.